നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? പക്ഷെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ നീ ഇവിടെ ഇങ്ങനെ ചത്ത് മലച്ച് കിടക്കുമ്പോ ഈ മുഖത്ത് ഈ പ്രഭയുണ്ടാവോ? കൃഷ്ണ രക്ഷിക്കണേ, ഈ കല്യാണം മുടക്കണേ. പപ്പി എന്തോ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയല്ല സത്യ, പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ചേച്ചിയമ്മ എത്തിക്കണമെന്ന്. എന്നാലല്ലേ അർച്ചനകളെയും കൊണ്ട് ചെന്ന് കല്യാണം മുടക്കാൻ പറ്റൂ. നമുക്ക് എത്താൻ പറ്റൂ സത്യ? പറ്റും. അതിനാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. ബിഗ് ഫ്രണ്ട് ഇപ്പൊ വല്ലാത്ത സങ്കടത്തിലായിരിക്കുമല്ലേ? ശരിയാ, ഞാനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നു. ഇതിപ്പോ എവിടെ എത്തിക്കാണും? ഒരുപാട് ദൂരം പോന്നിട്ടുണ്ടാവില്ലേ? എത്ര ദൂരം പോന്നാലും ഹർഷണങ്ങളെയും കൊണ്ടേ നമ്മൾ പോളൂ. എന്റെ പേടി അതല്ല പപ്പി. അമ്മ തലയിൽ മുറിയും വെച്ചോണ്ട് വേണ്ടി വരാൻ. എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാ അമ്മയ്ക്ക് വേദനിക്കില്ലേ? ചോരയും വരും. അതൊക്കെ സത്യയിടുമ്പോ നോയിക്കോളും. അതിനേക്കാളും വലിയ കാര്യമല്ലേ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കാർത്തിയാൻറ്റിയായിട്ടുള്ള കല്യാണം നടന്ന വിഷ്ണുച്ചന്റെ കാര്യവും പോക്ക, നമ്മുടെ കാര്യവും പോക്ക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല പപ്പി. ഈ കല്യാണം ഹർഷനങ്ങൾ മുടക്കിക്കോളും. ഇല്ലെങ്കിൽ ഹർഷനങ്ങൾ നമ്മളെ മുമ്പിൽ വന്ന് ചാടേണ്ട കാര്യമില്ലല്ലോ. അതെ, ഹർഷനങ്ങളുടെ കാരണം നമ്മൾ കേറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ കല്യാണം മുടങ്ങുമെന്ന്. അതെ, സ്വപ്നങ്ങളിലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യ സമയത്തിന് അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. വേഷത്തിൽ ഹർഷന്റെ പെണ്ണായിരിക്കാൻ ഞാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചതാ. എന്നെയും ഈ വേഷത്തിൽ കാണണമെന്ന് ഹർഷൻ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവനെല്ലാം മറന്നു, എന്നെയും മറന്നു. കാശ് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കണ്ടപ്പോ അവൻ അവൾക്കൊപ്പം പോയി. കാർത്തികയ്ക്ക് ഇത് വാശിയാണ്. എന്നെ തഴഞ്ഞവന് തെല്ലൊരു മറുപടി നൽകാനുള്ള വാശി. അവനേക്കാൾ സ്വാധീനവും സൗന്ദര്യവുമുള്ള, പ്രതാപവും അന്തസ്സുമുള്ള വിഷ്ണുവേട്ടനെ കെട്ടി അവന് മുന്നിൽ നിർത്താനുള്ള വാശി. ഇന്നത്തെ ദിവസം ഞാനത് നേടും. ഹർഷ, നീ എവിടെ ഉണ്ടെങ്കിലും നിന്നെ തേടി പിടിച്ച് ഞാൻ വരും. എനിക്ക് കിട്ടിയ ഈ രാജയോഗം ഒന്ന് നിന്നെ കാണിക്കാൻ. എങ്ങനെയുണ്ട് വിഷ്ണുവേട്ട? കൊള്ളാവോ? നന്നായിട്ടുണ്ട്. വിഷ്ണുവേട്ടന് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ? ഇനി ഇങ്ങനെയൊക്കെ പറയാതിരിക്കാനാവില്ലല്ലോ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോവല്ലേ. അഗ്നിസാക്ഷിയായി രണ്ട് മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ. ആ മുഹൂർത്തത്തിന് ഇനി ഏതാനും കുറച്ചു സമയമേ ബാക്കിയുള്ളൂ. അപ്പോ ഒടുവിൽ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഹർഷൻ തിരിച്ചു വരല്ലേ എന്നായിരുന്നു നിന്റെ പ്രാർത്ഥന? വിഷ്ണുവേട്ടാ, അല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരാൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന രീതിയിലുള്ളൊരു മാറ്റം ഞാൻ നിന്നിൽ കണ്ടു. ചിലപ്പോൾ അതിന്റെ തോന്നലാവാം, അല്ലെങ്കിൽ അതാണ് സത്യം. അതെ, കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ അല്പം കാര്യഗൗരവത്തോടെ ചിന്തിച്ചു. ഞാനൊരു പെണ്ണല്ലേ? എത്ര നാളാ ഒരു ബന്ധവും ഇല്ലാത്ത ഞാനിങ്ങനെ ഇല്ലാത്ത കഥകളിലെ ബന്ധവും പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നിൽക്കുന്നിടം പതിച്ചെടുക്കാനുള്ള ഉദ്ദേശം, നിലനിൽപ്പാണ് മുഖ്യം അല്ലേ? വിഷ്ണുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു പണ്ട് പറഞ്ഞു കേട്ടൊരു മുത്തശ്ശി കഥ.
ഒട്ടകത്തിന് തലവെക്കാനായിട്ട് ഇടം കൊടുത്ത ഒരു പാവം കർഷകന്റെ കഥ. കാലം മാറി, ഒട്ടകവും കർഷകനൊക്കെ പഴഞ്ചനായി. പക്ഷെ ആ തന്ത്രത്തിന് ഇപ്പോഴും നല്ല മാർക്കറ്റാ, അല്ലേ കാർത്തികേ? ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് ആവർത്തിക്കുക. കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഓർത്ത് നിന്റെ മനസ്സ് വളരെ വളരെ സന്തോഷത്തിലാ. പെണ്ണ് സന്തോഷിച്ച ആ പ്രഭ മുഖത്ത് കാണും. അതിന്റെ ചന്തം നിന്റെ മുഖത്ത് വേണ്ടുവോളം ഉണ്ട്. അതിങ്ങനെ മുഹൂർത്തം അടുക്കുന്തോറും അതിന്റെ തിളക്കത്തിന് കടുപ്പം കൂടുകയാ. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? പക്ഷെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ നീ ഇവിടെ ഇങ്ങനെ ചത്ത് മലച്ച് കിടക്കുമ്പോ ഈ മുഖത്ത് ഈ പ്രഭയുണ്ടാവോ? പറയടി, നിന്റെ മുഖത്ത് ഈ ചന്തം ഉണ്ടാവൂന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വിഷ്ണുട്ടാ, നീ എന്റെ ഭാര്യയാവും പോകുന്നുള്ളല്ലേ? ഭർത്താവിന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് ഒരു ഉത്തമയായ ഭാര്യയുടെ കടമയാ. ആപ്പിൾ കണ്ടിക്കാനായിട്ട് വെച്ച കത്തിയാ. പക്ഷെ നിന്നെ പോലൊരു പെണ്ണിന്റെ കൊരവള്ളി പൊട്ടിക്കാൻ ഇത് ധാരാളം മതി. വിഷ്ണുട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. ഇന്ന് നമ്മുടെ കല്യാണം. അത് തന്നെയാണ് എന്റെ മനസ്സില്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ ഭാര്യയെ കൊന്നവെന്നുള്ള പേര് കിട്ടും. ഇപ്പോഴാണെങ്കിൽ തലേ കേറാൻ വന്ന ഒരുത്തിയെ തീർത്ത് കളഞ്ഞു എന്നുള്ള പേരേ വരുള്ളൂ. രണ്ടായാലും എനിക്ക് പ്രശ്നമില്ലടി. കാരണം നീ ഇപ്പൊ കാണുന്ന വിഷ്ണുവിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. കൊണ്ടും കൊടുത്തും തീർത്തും തീർപ്പാക്കി നടന്നൊരു കാലം. ആ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നീ ഇപ്പോഴത്തെ ഈ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോരുത്. പോയാ തകരുന്നത് ഒരുപാട് ജീവിതങ്ങളാ. തീർത്ത് കളയുടെ നിന്നെ ഞാനിപ്പോ എന്ത് വേണമെന്ന വിഷ്ണുവിനെ പറയുന്നേ? നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രതീക്ഷിക്കാതെയാ. ഒരു ബന്ധവും ഇല്ലാത്ത എന്റെ വീട്ടില് നീ എന്നേക്കാൾ ബന്ധം ഉണ്ടാക്കി. ഒടുവിൽ എന്റെ സ്വപ്നങ്ങൾക്ക് മേൽ, എന്റെ ഇഷ്ടങ്ങൾക്ക് മേൽ അധികാരത്തിന്റെ ചട്ടക്കൂട് നീ ഉണ്ടാക്കി. ഇനി അതിൽ അടയിരിക്കാനും എന്നേക്കുമായിട്ട് നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനും എനിക്ക് മനസ്സില്ലെന്നല്ല, എന്നെ അതിന് കിട്ടില്ല. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. ഓടിപ്പോകുകയോ ഒളിച്ചിരിക്കയോ നാട് വിടോ, ഈ കല്യാണം നടക്കില്ലെന്ന് അമ്മയോട് പോയി പറയോ. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.